ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ട്രിവാൻഡ്രത്ത് മാത്രം കണ്ടുവരുന്ന ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയാണ്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് ഗീ ബോളി, നല്ല മധുരമുള്ള നെയ്യ് ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം 1 കപ്പ് നന്നായിട്ട് കുതിർത്ത കടലപ്പരിപ്പ് പ്രഷർ കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. എന്നിട്ടൊരു 5-6 വിസിലോളം കേൾക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം വേറൊരു ചെറിയൊരു ബൗളിൽ 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിടുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ, ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ളൊന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ എടുത്ത് മുകളിൽ ഫുള്ളൊന്ന് സ്പ്രെഡാക്കി വയ്ക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്ന കടല പരിപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മിക്സർ ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത കടലപ്പരിപ്പ് മാവാണ്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വശക്കിയെടുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വശക്കിയെടുക്കാം. ഫുള്ള് നല്ല രീതിയിലൊന്ന് മിക്സായി വരണം. അത് നല്ല വെള്ളം പോലെ ആയിരിക്കും. അതൊക്കെ മാറി ഏകദേശം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ വശക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം തണുത്തതിന് ശേഷം ചെറിയ ബോൾസായിട്ട്, ഒരുപാട് വേണമെന്നില്ല, ഒരു ചെറിയൊരു ബോൾ കണക്കിന്, ഈ കാണുന്ന കണക്കിന് ചെറിയൊരു ബോൾ കണക്കിന് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മൈദ മാവിൽ നിന്നും ഇതേപോലൊരു, അതിനെക്കാട്ടി കുറച്ചും കൂടെ, നമ്മൾ നേരത്തെ കടലപ്പരിപ്പിൻ മാവിൽ നിന്ന് ഉണ്ടാക്കിയതിനായിട്ട് കുറച്ചും കൂടെ വലിയൊരു ബോളാക്കി എടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒരു ഡിസ്ക് ഷേപ്പായിട്ട് മാറ്റുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഈ കടല ബോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് പരത്തരുത്, ഒരുപാട് പരത്തിക്കാൻ ചിലപ്പോൾ പൊട്ടിപ്പോകുക. അതുകൊണ്ട് സൂക്ഷിച്ച് കുറച്ച് പതുക്കെ പരത്തുക. പിന്നെ കട്ടി ഒരുപാടങ്ങ് കൂടിപ്പോവുകയും ചെയ്യരുത്. രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടൊരു മീഡിയം കണക്കിന് മതിയാകും കേട്ടോ. പരത്തിയെടുക്കുക. മൈദപ്പൊടി വേണമെങ്കിൽ ഇടയ്ക്ക് തൂത്തി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് കല്ല് ചൂടാകാൻ വയ്ക്കുക. കല്ല് ചൂടായതിന് ശേഷം നമുക്ക് കല്ലിട്ട് ചൂടാക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചപ്പാത്തി പോലെയൊന്നും നമ്മളിങ്ങനെ എപ്പോഴും മറിച്ചിടേണ്ടതില്ല. ഓരോ സൈഡ് വെന്തതിന് ശേഷം അടുത്ത സൈഡ് വേവിക്കുക. നമ്മൾ ദോശ ചെയ്യില്ല, അതുപോലെ 2 സൈഡ് വേവിക്കുന്ന പോലെ മാത്രം മതിയാകും. ഫുള്ളിങ്ങനെ മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് മുകളിൽ ഒന്ന് തടവി കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് തടവി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ഗീ ബോളി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിർദ്ദേശങ്ങളും സജഷൻസ് അറിയിക്കുക. താങ്ക് യു.